എന്തോന്നേ വാ കയറി വാ. അല്ല നിങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് ഇറങ്ങിയത് എന്നെ കാണാൻ വന്നതാണോ? പതിവില്ലാതെ ഇങ്ങോട്ട് എന്തു പറ്റി? അല്ല അനിലേ, ഞാൻ അനിലിനെ കാണാൻ തുടങ്ങിയതാണ്. നമ്മുടെ ചെറുക്കരെ എൻ്റെ മോനെ എൻ്റെ മകന് മിഥുൻ രാജിന് ഒരു പെണ്ണ് കാണും. അല്ല പെങ്കച്ചക്കറി വരാൻ കയ്യിലുണ്ടോ ഒന്ന് ബ്രോക്കറെ ഒന്ന് കാണാൻ വന്നതാണ്. ബ്രോക്കറെ എല്ലാം കാണുമെങ്കിൽ ഒന്ന് നോക്കിയാൽ കൊള്ളാമായിരുന്നു. പെൺകുട്ടി ഉണ്ടോന്നാ? ഡേ സൂപ്പർ ഒരു പെൺകുട്ടി ഉണ്ട്. നല്ല മൊഞ്ചത്തി എന്ന് പറഞ്ഞാൽ ദേ പൂച്ച കണ്ണും ദേ ഇതുവരെ മുടിയും സൂപ്പർ അടിപൊളി കുട്ടി. അല്ല അത് പിന്നെ അനില് ആ കുട്ടിയെ വിളിച്ചേരാ നമ്മുടെ നാട്ടുകാരിയാണോ? കൊള്ളാം. ഡേ പെണ്ണ് ഇവിടുത്തുകാരി തന്നെ. ഇവിടുത്തുകാരി എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരി, അത് പോരെ. നല്ല സുന്ദരി പെണ്ണാണ്. പക്ഷേ നിങ്ങളെ മോന് എത്ര വയസ്സുണ്ടേ? അവന് 25 വയസ്സുണ്ട്. പുള്ളിക്കറിയാമല്ലോ, നമ്മുടെ പയ്യനെ പറ്റിയിട്ട് പുള്ളിക്കറിയാം. അവനെ കൊച്ചിനെ പോലെ പുള്ളിയെ കണ്ടു കേട്ടു നല്ല തങ്കം പിടിച്ച പയ്യൻ. അതെ അത് ശരിയാ. സത്യത്തിന് നല്ല തങ്കം പിടിച്ചിട്ട് പയ്യൻ, കാഴ്ചയ്ക്കും സാമാന്യം ഭംഗിയുണ്ട്. അവനെയൊക്കെ കിട്ടുന്നവർക്ക് ഭാഗ്യമാണ്. ഈ കൊച്ചിന് ഇപ്പോൾ 16 വയസ്സായി. നല്ല സൂപ്പർ പെണ്ണാണ്, നല്ല അടിപൊളി. 16 വയസ്സ് പ്രായം. എൻ്റെ അമ്മേ, നിങ്ങൾ ഈ ചെറുക്കനെയും ആ പാവം പിടിച്ച തന്തയും കുരുക്കാനുള്ള പരിപാടിയാണോ? അതൊന്നും കുഴപ്പമില്ലടോ. ഇവിടെ നവോത്ഥാനം ഉണ്ടാകാൻ വേണ്ടി ഒരു പറ്റം മുതിർന്ന ആൾക്കാരും ഒരു സംഘം നടക്കുമ്പോൾ നിങ്ങൾക്കാണോ ഇതിൻ്റെയൊക്കെ പ്രശ്നം വരുന്നത്? ഇതൊന്നും വലിയ കാര്യമില്ലടോ. 16 വയസ്സൊന്നും ഒരു പ്രശ്നമല്ല. ഇവിടെ നവോത്ഥാനമാണ് വേണ്ടിയത്, അറിയാം. അയ്യോ വേണ്ട, അതൊന്നും വേണ്ട. ഇവിടെ നവോത്ഥാനം അവതരിപ്പിക്കാൻ വേണ്ടി ഇവിടെ കാര്യം വിവരവും വിദ്യാഭ്യാസമില്ലാത്ത കുറേ സ്വാർത്ഥ താല്പര്യക്കാരെ അണിഞ്ഞിരിഞ്ഞ് നടക്കുകയാണ്. അവന്മാർ കാണിക്കുന്ന വൃത്തികളൊന്നും ഇവിടെ എന്നെ കൊണ്ടൊക്കെ അംഗീകരിക്കാൻ ആരംഗീകരിക്കാനാ? വേണ്ട അവസാരെ നവോത്ഥാനത്തിന് പേരും പറഞ്ഞ് ഇവിടെ കുറേ വേണ്ട. ഇവിടുത്തെ ഇന്ത്യൻ പൗരനെന്നുള്ള നിലയിൽ ഇവിടുത്തെ നിയമങ്ങൾ പാലിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ഇവിടുത്തെ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഓരോരുത്തന്മാർ നടക്കാം. അപ്പോഴാണ് നിങ്ങളെ ഒരു ന്യായങ്ങൾ വേണമെങ്കിൽ നോക്കടേ. അത് പിന്നെ അനില് പറഞ്ഞ കേസായിട്ട് എനിക്ക് വേണ്ട. ഈ 10-16 വയസ്സ് പ്രായമുള്ള കൊച്ചു പെമ്പിള്ളേരെ നവോത്ഥാനത്തിൻ്റെ പേരും പറഞ്ഞ് കല്യാണം കഴിച്ചിട്ട് പോയിട്ട് എനിക്ക് വേണ്ടി ചെറുക്കനും അവിടെ ഇവിടെ കാട്ടിക്കറി കിടക്കാൻ ഉണ്ടെങ്കിൽ എന്നെ കൊണ്ട് പറ്റത്തില്ല. ആയത് എൻ്റെ പൊന്ന് സഹോദരൻ, എനിക്ക് ആ ഒരു കേസായിട്ട് വേണ്ട. രാജേട്ടാ, ഞാൻ ഇനി ഒരു കാര്യം പറയാം. നിങ്ങൾ എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന സ്ഥിതിക്ക് നമ്മൾ ഇത്രയും വേണ്ടപ്പെട്ട ആൾക്കാരായതുകൊണ്ട് എനിക്ക് പറയാൻ തരമില്ല. കാരണം കൈ കെട്ടി നിൽക്കാനും അല്ല കേട്ടിട്ട് പോകാനുള്ള ഒരു സംഭവമല്ല ഇത്. ഈ കല്യാണം എന്ന് പറയുന്ന കുഞ്ഞുകളിക്കാര്യമല്ല, ഒരു കുടുംബമാണ്, ഒരു ജീവിതമാണ്, തലമുറയാണ്. അതുകൊണ്ട് ഈ ബ്രോക്കർമാരെന്ന് പറയുന്നത് എല്ലാവരും ഒരേ കണ്ണിൽ കാണരുത്. അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അതാണ് ഇതാണെന്ന് പറയും. കാരണം എന്താ വെച്ചാൽ നമ്മൾ തെളിച്ച് പറഞ്ഞാൽ നാളും പൊരുത്തവും ഒക്കെ ഓക്കെ എന്ന് പറഞ്ഞ് 10, 12, 14 വയസ്സുള്ള പിള്ളേരെ പറഞ്ഞ് തെറ്റിച്ച് പിടിപ്പിച്ച് എങ്ങനെയും അങ്ങ് വിടുക. പിന്നിൽ വരുന്ന ഭവിഷ്യത്തൊക്കെ അനുഭവിക്കേണ്ടത് ഈ നമ്മളാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ളതാ ചതിയിൽ പോയി പെടരുത്, വളരെ ശ്രദ്ധിക്കണം. ഇവരുടെ ഈ അടവും അണ്ടർസ്റ്റാൻഡിങ് കുറേ കണ്ട ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അവത്തത്തിൽ പോയി ചാടല്ലേ പൊന്ന് ചേട്ടാ. നമുക്ക് പരിപാടിയേ വേണ്ട. ഇതിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇവരുടെ കൂടെ പിടിക്കാൻ ചില മറ്റവന്മാരും കൂടെ ഉണ്ട്. ആയതുകൊണ്ട് മനസ്സിലാക്കി വേണം മുമ്പോട്ട് നീങ്ങാൻ. പഴയ കാലമൊന്നും അല്ല. ഓർമ്മയിലിരിക്കട്ടെ. ശരി. അയ്യോ, രാവിലെ ഒരു 100 രൂപ കിട്ടുമെന്ന് വിചാരിച്ചാണ് ഈ എണ്ണം കെട്ടവന്മാർ. ഇത് എവിടെ നിന്ന്? എൻ്റെ ദൈവമേ, ആ മൂക്കുത്തി കാഴ്ച കണ്ട അന്ന് പോക്കാണ്. വല്ലാത്തൊരു ഏർപ്പാടായിപ്പോയി. എവനൊക്കെയാണ് ഈ ഭൂമി ജീവിക്കാൻ പോകുന്നത്? എന്തരാ ദൈവമേ.